ഹായ് 2024 JEE അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ജാമിയ മിലിയ ഇസ്ലാമിയ ന്യൂഡൽഹി കോളേജിലെ നമ്മുടെ ബിടെക് അഡ്മിഷൻസിന് വേണ്ടിയുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ബിടെക് മാത്രമല്ല പലതരത്തിലുള്ള കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ബിടെക്കിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് നമ്മുടെ JEE മെയിൻസിന്റെ സ്കോർ വഴിയാണ്. JEE മെയിൻസിന്റെ സ്കോർ എന്ന് പറയുന്നത് നമ്മൾ ജാമിയ മിലിയയുടെ വെബ്സൈറ്റിൽ നമ്മുടെ JEE മെയിൻസിന്റെ ആപ്ലിക്കേഷൻ നമ്പർ സബ്മിഷന് ശേഷം നമ്മുടെ റാങ്ക് ഒക്കെ വന്നതിന് ശേഷമാണ് ശരിക്കും അവർ സ്കോർ എടുക്കുക. അപ്പം ജാമിയ മിലിയ ഇസ്ലാമിയയിൽ അവിടുത്തെ ബിടെക് പ്രോഗ്രാമുകളെ കുറിച്ച് ഞാൻ ആദ്യമേ ഒന്ന് പറയാം. അതിനുശേഷം നിങ്ങളുടെ അവരുടെ സീറ്റുകളും അവരുടെ ഫീസ് സ്ട്രക്ചറും പറയാം. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എങ്ങനെ നൽകേണ്ടതെന്നും പറയാം. സോ മെയിൻലി ബാച്ചിലർ ഓഫ് ടെക്നോളജി ആണ് ശരിക്കും അവിടുത്തെ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നത്. ബാച്ചിലർ ഓഫ് ടെക്നോളജിയിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, EC that is ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇത്രയും പ്രോഗ്രാമുകളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സീറ്റിൽ ഉണ്ടാവുന്നത്. 8 സെമസ്റ്റർ ആസ് യൂഷ്വൽ 8 സെമസ്റ്റർ ആണ് ശരിക്കും അവിടുത്തെ പ്രോഗ്രാം, UG പ്രോഗ്രാം എന്ന് പറയുന്നത്. 70 സീറ്റുകളാണ് ഓരോ എഞ്ചിനീയറിംഗ് സ്ട്രീമിലും ജാമിയ മിലിയ ഇസ്ലാമിയ ഓഫർ ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മുടെ ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. ഒരു വർഷത്തെ പേയബിൾ ഫീസ് എന്ന് പറയുന്നത് 16,150 രൂപയാണ്. വെരി റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ്. ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷറിൽ തന്നെ നിങ്ങൾക്ക് ബിടെക് അവിടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല അവിടെ സെൽഫ് ഫിനാൻസ് പ്രോഗ്രാമുകളും ഉണ്ട്. ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കുറച്ച് വെറൈറ്റി എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ അവിടെ സെൽഫ് ഫിനാൻസിങ് സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അവിടെ അത് ഉള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി. VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി ഇപ്പോൾ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ളതൊന്നാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ്, ഇങ്ങനെയുള്ള ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസിങ്ങിന്റെ ഫീസ് എന്ന് പറയുന്നത് അതും 70 സീറ്റ് തന്നെയാണ്. പക്ഷെ ഫീസ് എന്ന് പറഞ്ഞാൽ 1,50,000 ആണ് ശരിക്കും ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ബേസിക് ബാക്കിയുള്ള എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 16,150 രൂപയാണ് ഫീസ് സ്ട്രക്ചർ വരിക. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ JEE മെയിൻസ് എഴുതിയത് കൊണ്ട് മാത്രം നമുക്കറിയാം JEE മെയിൻസ് എഴുതിയ നിങ്ങളുടെ ഡയറക്റ്റ് അഡ്മിഷൻ പോകുന്നത് നമ്മുടെ കൗൺസിലിംഗ് വഴി, ജോസ കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് NITസിലേക്കും IITസിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്ന് അറിയാം. അതേസമയം ജാമിയ മിലിയയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ജാമിയ മിലിയയുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 20 ഓപ്പൺ ആയത്. മാർച്ച് 20 വരെയാണ് ശരിക്കും അവിടെ സമയമുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ JEE മെയിൻസിന്റെ അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. വളരെ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് JEE മെയിൻ 2024 ഫൈനൽ റാങ്ക് വഴിയാണ് ശരിക്കും ഈ പറഞ്ഞ പ്രോഗ്രാമുകളിലേക്ക് അവർ അഡ്മിഷൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു സെഷൻ 1 എഴുതിയിട്ടുണ്ട്, ഇനി സെഷൻ 2 എഴുതാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഈ കോളേജിലേക്ക് ബിടെക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജാമിയ മിലിയന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് സ്കോർ സബ്മിഷൻ കൊടുത്താൽ, നിങ്ങളുടെ സ്കോർ അല്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിന്റെ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൊസീജിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ റിസൾട്ടിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പം ഒരു JEE മെയിൻ സെഷൻ എഴുതിയ ഒരു വിദ്യാർത്ഥി ജാമിയ മിലിയയിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഒന്നാമത്തത് മസ്റ്റ് ടേക്ക് ദ JEE മെയിൻ 2024 എൻട്രൻസ് ടെസ്റ്റ് ആണ്. നിങ്ങൾ JEE മെയിൻസ് ജാമിയ മിലിയയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ, ബിടെക് ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ JEE മെയിൻ എഴുതിയിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഫിൽ ഓൺലൈൻ അഡ്മിഷൻ ഫോം ഓഫ് JMI അവൈലബിൾ JMICOE.in എന്നാണ്. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ JMICOE.in എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ, അത് നിങ്ങളുടെ ഓൺലൈൻ സബ്മിഷൻ നൽകണം. എന്നാൽ മാത്രമേ അവിടത്തേക്ക് പരിഗണിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ JEE മെയിൻ ആപ്ലിക്കേഷൻ നമ്പർ ആണ്, അതാണ് അവർ ചോദിക്കുക. അതായത് JEE മെയിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ശരിക്കും അവിടെ അവർ ചോദിക്കും. അത് നമ്മൾ എൻ്റർ ചെയ്യണം. പിന്നെ അതിന്റെ ബേസിലാണ് ശരിക്കും റാങ്കിനനുസരിച്ച് അവരത് സോർട്ട് ചെയ്യുക, ഏത് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ബേസിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത്, ഇപ്പൊ നിലവിൽ JMICOE.in വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ JEE മെയിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ റാങ്ക് വരുന്ന അനുസരിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 75% അഗ്രിഗേറ്റ് വേണം PCMലൊക്കെ നിങ്ങൾക്ക്. IITസിലും NITസിലൊക്കെ നിങ്ങൾക്ക് +2ന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 75% അബവ് ക്രൈറ്റീരിയ ഉള്ളതാണ്. പക്ഷേ നമ്മുടെ ജാമിയ മിലിയയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ PCMൽ ശരിക്കും നിങ്ങൾക്ക് 55% മുകളിൽ മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് JMIയിൽ JEE മെയിൻസിന്റെ റാങ്കിൽ, അപ്പൊ നമ്മൾ പണ്ടേ പറയാറുണ്ടായിരുന്നു, അതായത് JEE മെയിൻസ് വഴി സ്കോർ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ +2 സ്കോർ കുറവാണെങ്കിൽ പോലും, നിങ്ങളുടെ +2 സ്കോർ അഗ്രിഗേറ്റിൽ 75% താഴെയാണെങ്കിൽ പോലും അഡ്മിഷൻ നേടാൻ പറ്റുന്ന ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ശരിക്കും JMI. ആ JMIയുടെ അഡ്മിഷൻ ആണ് ശരിക്കും ഇപ്പോൾ അതിനുള്ള പ്രൊസീജിയർ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫീസും അത്യാവശ്യം റീസണബിൾ ആണ്, ഒരുപാട് സീറ്റുകളുണ്ട്.
അത്യാവശ്യം എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ JEE മെയിൻസിന്റെ സ്കോർ സബ്മിഷൻ കൊടുത്ത് നിങ്ങൾക്ക് JEE മെയിൻസിന്റെ ആപ്ലിക്കേഷൻ നമ്പർ സബ്മിഷൻ കൊടുത്ത് നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാം. JMICOE എന്ന വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അവിടെ വേറെ പ്രോഗ്രാമുകൾ ഉണ്ടോ? നിങ്ങളുടെ വെബ്സൈറ്റിൽ ശരിക്കും പ്രോസ്പെക്ട്സിൽ വിവിധ പ്രോഗ്രാമുകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ വേറെ പ്രോഗ്രാമുകൾ നിങ്ങൾ എഴുതണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ QET എൻട്രൻസ് എക്സാം എഴുതണം, അല്ലെങ്കിൽ അവരുടെ തന്നെ നടത്തുന്ന JMIയുടെ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ഫോർ എക്സാമ്പിൾ ഇപ്പം BSc എയറോനോട്ടിക്സ് ഉണ്ട്, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഏവിയോണിക്സ് എന്ന് പറഞ്ഞതിൽ BSc എയറോനോട്ടിക്സ്, സയൻസ് ഉണ്ട് എയറോനോട്ടിക്സിൽ. അതൊക്കെ പക്ഷെ അവരുടെ എൻട്രൻസ് എക്സാം വഴിയാണ്. അതിന്റെ ടെസ്റ്റ് ഡേറ്റ്സ് ഒക്കെ പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പക്കാ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പോകുന്നത് മൊത്തം നിങ്ങളുടെ JEE മെയിൻസിന്റെ സ്കോർ ഇത് വെച്ചിട്ടാണ്, റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ്. സോ അതിന്റെ ആപ്ലിക്കേഷൻ സമയമായിട്ടുണ്ട്. പ്രോസ്പെക്ട്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി JMICOE എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ. സോ ഓൾ ദ വെരി ബെസ്റ്റ്, സീ യു.